ഹായ് മക്കളെ, നമ്മളിന്ന് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം ഞാൻ പോണ്. സോ ഫസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. 2 positive ions each carrying a charge Q are separated by a distance d. If F is the force of repulsion between the ions, the number of electrons missing from each ion will be. E is the charge of an electron. So നമുക്ക് നമ്പർ ഓഫ് മിസ്സിംഗ് ഇലക്ട്രോൺസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി നമുക്ക് കൂളംസിലും അറിയാം F is equal to KQ1 Q2 by R square. നമുക്കറിയാം കൂളംസിലോ എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്? വെൻ ദർ ആർ 2 ചാർജ്ഡ് ബോഡീസ്. ആ ചാർജ്ഡ് ബോഡീസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൾഷൻ ആണ് കൂളംസിലോ നമുക്ക് തരുന്നത്. ഇവിടെ എഫ് ഇസ് ദ ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ ഗിവൺ. ചാർജ് ക്യൂ, ബോത്ത് ചാർജസ് ആർ ടേക്കൺ ആസ് ക്യൂ അല്ലെ, രണ്ട് അയോൺസിന്റെയും ചാർജ് ഈക്വൽ ആണ്. ചാർജ് ഇസ് ഈക്വൽ ടു ക്യൂ. അപ്പൊ Q1 Q2 നമുക്ക് ക്യൂ എന്ന് എഴുതാം. ഇനി എന്താണ് ഗിവൺ? ആർ, ഡിസ്റ്റൻസ് എന്നുള്ള ആറ് ഇവിടെ ഡിസ്റ്റൻസ് ഡി ആണ്. സോ ആർ സ്ക്വയർ എന്നുള്ള നമ്മൾ റീപ്ലേസ് ചെയ്യണം വിത്ത് ഡി സ്ക്വയർ. അപ്പോൾ ഇതൊന്നുകൂടി റീറൈറ്റ് ചെയ്യുകയാണെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു കെ. കെ എന്താണ്? കെ ഇസ് ദ ഇലക്ട്രോസ്റ്റാറ്റിക് കോൺസ്റ്റന്റ് അല്ലേ. അതിന് വേറൊരു രീതിയിലും കൂടി വി ക്യാൻ റൈറ്റ് ഇറ്റ് ഇൻ അനദർ ഫോം വിച്ച് ഇസ് 1/4πε0, വേർ ε0 is the permittivity of free space. So 1/4πε0 into q square by d squared എന്ന് കിട്ടും. ഇറ്റ് ഈസ് ദ ഫോഴ്സ്. ഇനി ക്യൂ സ്ക്വയർ എന്താണ്? ക്യൂ ഇസ് ദ ചാർജ് ഓഫ് ദി അയോൺ. ഒരു അയോണിൽ മൾട്ടിപ്പിൾ ഇലക്ട്രോൺസ് ഉണ്ടാവും അല്ലെ. ഒരു അയോണിൽ മൾട്ടിപ്പിൾ, പോസിറ്റീവ് അയോൺ ആണെങ്കിലും നെഗറ്റീവ് അയോൺ ആണെങ്കിലും മൾട്ടിപ്പിൾ ഇലക്ട്രോൺസ് ഉണ്ടാവും. സോ ചാർജ് ഓഫ് എൻ അയോൺ നമുക്ക് എങ്ങനെ എഴുതാം? ചാർജ് ഓഫ് എൻ അയോൺ ഇസ് ഈക്വൽ ടു ക്യൂ ഈക്വൽ ടു NE. ഇത് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറഞ്ഞൊരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണ്. ഒരു അയോണിന്റെ ചാർജ് ക്യൂ ആണെങ്കിൽ ദെൻ ഇറ്റ് ഈസ് ഈക്വൽ ടു NE, വെർ E ഇസ് ദ ചാർജ് ഓഫ് എ സിംഗിൾ ഇലക്ട്രോൺ. അതിന്റെ വാല്യൂ നമുക്കറിയാം അല്ലെ, 1.6 × 10⁻⁻⁻⁹ ആയിരിക്കും ചാർജ്. പക്ഷെ അതിവിടെ നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള എന്താണ്? ക്യൂ സ്ക്വയറിനുള്ള ഫോർമുല എഴുതാം. ക്യൂ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4F × 4πε0 d സ്ക്വയർഡ്. F × 4πε d സ്ക്വയർഡ്. ഓക്കെ, ഇതാണ് ക്യൂ സ്ക്വയർ. ഇനി ക്യൂ സ്ക്വയറിന് നമുക്ക് എങ്ങനെ എഴുതാം? N സ്ക്വയർ E സ്ക്വയർഡ് എന്ന് എഴുതാം അല്ലെ. സോ F × 4πε0 d squared and E squared is equal to F × 4πε0 into d squared by N squared. And final answer നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് വേണ്ടത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് മിസ്സിംഗ് ആണ് അല്ലേ. സോ ഈ നമുക്കറിയാം N സ്ക്വയർഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി നമുക്ക് മുകളിൽ എഴുതാം N സ്ക്വയർഡ് ഇസ് ഈക്വൽ ടു സെയിം ഇക്വേഷൻ, സെയിം ന്യൂമറേറ്റർ ആയിരിക്കും, F 4πε0 d squared by E squared അല്ലേ. സോ സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ചാൽ N is equal to root of 4πε0 into F d squared by E squared അല്ലേ. And this gives us the number of electrons missing അല്ലേ. നമ്പർ ഓഫ് മിസ്സിംഗ് ഇലക്ട്രോൺസിന്റെ വാല്യൂ ആണ് നമുക്ക് തരുന്നത്. ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻസ് നോക്കിയാൽ ഏതാണ്? ഡി സ്ക്വയർഡ് ന്യൂമറേറ്ററിലും E squared ഡിനോമിനേറ്ററിലും വരണം. സോ ഓപ്ഷൻ സി നോക്കിയാൽ നമുക്കറിയാം ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. So we can mark option C as the final answer. Thank you.